വയനാടിനായി കേരളം കൈകോർത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ പ്രവാഹം. ദേശീയ ഗെയിംസിലെ മെഡൽ നേട്ടത്തിന് സർക്കാർ നൽകിയ 2 ലക്ഷം രൂപ മുഴക്കുന്ന് സ്വദേശിയായ ആർച്ചറി താരം ദശരഥ് രാജഗോപാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ ഏൽപ്പിച്ചു. കേരളം ഒറ്റക്കെട്ടായി വയനാടിനെ വീണ്ടെടുക്കുമെന്ന പ്രഖ്യാപനമാണ് മലയാളികൾ ഓരോ ഘട്ടത്തിലും നടത്തുന്നത്. ഉരുൾപൊട്ടലിൽ വയനാടിന്റെ നെഞ്ചകം പിടഞ്ഞപ്പോൾ അതിന്റെ നൊമ്പരം ഓരോ മലയാളിയുടേതുമായിരുന്നു. ആ നീറ്റൽ എത്ര സാന്ത്വനപ്പെടുത്തിയാലും മാറില്ലെന്നറിഞ്ഞിട്ടും മലയാളികൾ പറ്റാവുന്ന തരത്തിലൊക്കെ അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. കേരളം ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് വെറും വാക്കല്ലെന്ന് ഏറ്റുപറയുകയാണ് ഈ നാടും. വയനാടിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് നാടിന് ആശ്രയിക്കാവുന്ന ഏറ്റവും ഉചിതമായ മാർഗം. അതിനെതിരെ സങ്കുചിത മനസ്ഥിതിയുള്ളവർ നടത്തിയ കുപ്രചരണങ്ങളെയെല്ലാം തള്ളി സഹായം ഒഴുകുകയാണ്. വയനാടിന് എത്ര കോടികൾ ചെലവഴിക്കേണ്ടി വന്നാലും അതിന്റെ ഒരു പങ്ക് തങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് നാട് നടത്തുന്നത്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ആർച്ചറിയിൽ മെഡൽ നേടിയ മുഴക്കുന്ന് കാക്കേങ്ങാട് സ്വദേശി ദശരഥ് രാജഗോപാൽ സർക്കാർ പാരിതോഷികമായി നൽകിയ 2 ലക്ഷം രൂപയുമായാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എത്തിയത്. ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ദശരഥ് എത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഏറ്റുവാങ്ങി. 2028 ഒളിമ്പിക്സ് ലക്ഷ്യമിട്ട് പരിശീലനത്തിലാണ് ദശരഥ്. അതിനായി ആർച്ചറി ഉപകരണങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാമെന്ന് കരുതിയതായിരുന്നു പണം. ഈ പണത്തിന് ഇപ്പോൾ ആവശ്യം വയനാട്ടിലെ ദുരിതബാധിതർക്കാണെന്ന് ദശരഥ്. 37ാമത് നാഷണൽ ഗെയിംസിൽ ബ്രോൺസ് മെഡൽ നേടിയത് അതിൻ്റെ ആദ്യത്തെ മെഡലാണ്. അത് 2 ലക്ഷം ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. മകൻ ഇങ്ങനെയൊരു താല്പര്യം പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് കണ്ട് ഒപ്പം നിൽക്കുകയാണ് ചെയ്തതെന്ന് ദശരഥിന്റെ അച്ഛൻ രാജഗോപാൽ. അവൻ്റെ സ്വയഷ്ടപ്രകാരം തന്നെ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചു. അപ്പം ഞാൻ അതിനെതിരൊന്നും പറഞ്ഞില്ല, കാരണം അവൻ്റെ ഒരു തീരുമാനമായതുകൊണ്ട്. കാരണം അവൻ്റെ ഗുരു എന്ന് പറഞ്ഞ വയനാട് ഉള്ള കാവുമന്നം കുനിയിൽ രാധാകൃഷ്ണനായിരുന്നു. അപ്പോൾ ആ ഒരു അവൻ്റെ മാനസികാവസ്ഥ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ ഇതിന് തയ്യാറായത്. പിന്നെ കായിക കേരളത്തിനൊരു മാതൃകയും കൂടിയാകട്ടെ. കുറ്റൂരിലെ SJM എന്ന സംഘടനാ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 30,620 രൂപ സംഭാവനയായി നൽകി. പ്രദേശത്ത് ബക്കറ്റ് പിരിവ് നടത്തിയാണ് തുക കണ്ടെത്തിയതെന്ന് JSM സെക്രട്ടറി അഹമ്മദ്. ഞങ്ങൾ ഇന്നലെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടി രാവിലെ 9:30 മുതൽ 5 മണി വരെ കുറ്റൂരിൻ്റെ പല ഭാഗങ്ങളിലായി വീടുകളിൽ ബക്കറ്റ് പിരിവ് നടത്തി. ഏകദേശം ഒരു 30,620 രൂപ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിക്കാൻ അവസരം കിട്ടി. ഈ അവസരത്തിൽ നമ്മളോട് സഹകരിച്ച മുഴുവൻ നാട്ടുകാർക്കും നമ്മളെ യുവാക്കളെ കൂട്ടായ്മകൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പവിത്രൻ മാസ്റ്ററും സ്വന്തം നിലയിൽ CMDRFിലേക്ക് തുക കൈമാറി. ഈ നാട് തോൽക്കില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ നടത്തുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ. അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ വന്ന് നമ്മുടെ ഈ നിധിയിലേക്ക് പണം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി സഹായങ്ങൾ, നമുക്കാവുന്ന സഹായങ്ങൾ നിങ്ങൾ നൽകുക. അതിന് ജില്ലാ പഞ്ചായത്തിൽ പ്രത്യേകമായ കൗണ്ടർ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുമിക്കാം. വയനാട്ടിൽ ഉരുൾപൊട്ടി നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്ത വന്നതുമുതൽ അവരെ സഹായിക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒപ്പം ചേർന്നിരുന്നു. 15 ലോഡോളം അവശ്യ സാധനങ്ങൾ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായത്തോടെ ശേഖരിച്ച് ജില്ലാ പഞ്ചായത്ത് വയനാട്ടിൽ എത്തിച്ചു. CMDRFിലേക്ക് സംഭാവന നൽകാൻ ജില്ലാ പഞ്ചായത്തിൽ പ്രത്യേക കൗണ്ടറും തുറന്നു. അതിശയിപ്പിക്കുന്ന പ്രതികരണമാണ് നാടിന്റെ നാനാതുറകളിൽപ്പെട്ടവരുടേത്. വയനാടിനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതിനായി ഒത്തുചേരുകയാണ് മലയാള നാട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.